യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 13. ജനതകൾക്കെതിരെ ബാബിലോൺ. ആമോസിൻ്റെ പുത്രനായ യേശയ്യായ്ക്ക് ബാബിലോണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം. മൊട്ടക്കുന്നിൽ അടയാളം ഉയർത്തുവീൻ, അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവീൻ. പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർക്ക് അടയാളം നൽകുവീൻ. ഞാൻ തന്നെ എൻ്റെ വിശുദ്ധ ഭടന്മാരോട് കൽപ്പിച്ചു. എൻ്റെ കോപം നടപ്പാക്കുന്നതിന് എൻ്റെ ഔന്നത്യത്തിൽ അഭിമാനം കൊള്ളുന്ന വീര പോരാളികളെ ഞാൻ നിയോഗിച്ചു. അതാ പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ആരവം, രാജ്യങ്ങളുടെ അലർച്ച, ജനതകൾ ഒന്നിച്ചു ചേർന്ന ശബ്ദം. സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു. ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിൻ്റെ ആയുധങ്ങളും ദൂരദേശത്തു നിന്ന്, ആകാശത്തിൻ്റെ അതിരുകളിൽ നിന്ന് വരുന്നു. ഉച്ചത്തിൽ വിലപിക്കുവീൻ, കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും. എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാവരുടെയും ഹൃദയം ഉരുകും. അവർ സംഭ്രാന്തരാകും. കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും. ഈറ്റുനോവെടുത്തവളെപ്പോലെ അവർ പിടയും. അവർ പരസ്പരം തുറിച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും. ഇതാ കർത്താവിൻ്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരുകയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തെ അതിൻ്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔദത്യം ഞാൻ അവസാനിപ്പിക്കും, നിർദ്ദയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. മനുഷ്യൻ തങ്കത്തേക്കാൾ, മനുഷ്യവംശം ഓഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്നിളകും. വേട്ടയാടപ്പെടുന്ന മാൻകുട്ടിയെപ്പോലെയും ഇടയനില്ലാത്ത ആടുകളെപ്പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും. കാണുന്നവനെയെല്ലാം കുത്തി പിളരും, പിടികിട്ടുന്നവനെയെല്ലാം വാളിനിരയാക്കും. അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും. അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും. അവരുടെ ഭാര്യമാർ അപമാനിതരാകും. ഞാൻ മേദിയാക്കാരെ അവർക്കെതിരെ ഇളക്കിവിടുന്നു. അവർ വെള്ളി കാര്യമാക്കുന്നില്ല, സ്വർണത്തിൽ താൽപ്പര്യവുമില്ല. അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും. ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല. ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗൊമോറയും പോലെ ആയിത്തീരും. അത് എന്നും നിർജ്ജനമായിരിക്കും. തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല. അറബികൾ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആല ഉണ്ടാക്കുകയില്ല. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും. അതിൻ്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടക പക്ഷികൾ അവിടെ വസിക്കും. കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. അതിൻ്റെ ഗോപുരങ്ങളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും. അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു. അതിൻ്റെ ദിനങ്ങൾ
ദീർഘിക്കുകയില്ല. ദൈവജനമേ, യേശയ്യാ പ്രവാചകൻ്റെ 13-ാം അധ്യായം ആരംഭിക്കുന്നത് അക്കാലത്തെ മഹാശക്തിയായ ബാബിലോണിൻ്റെ പതനം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അസീറിയൻ സാമ്രാജ്യം പ്രബലമായിരുന്ന കാലത്താണ് ഭാവിയിൽ ഇസ്രായേലിനെ അടിമപ്പെടുത്താനിരിക്കുന്ന ബാബിലോണിൻ്റെ അഹങ്കാരത്തിന് ദൈവം അന്ത്യം കുറിക്കുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി കണ്ടത്. ദക്ഷിണ യഹൂദ രാജ്യത്തിനു ചുറ്റുമുള്ള രാഷ്ട്രീയ അസ്ഥിരതയിൽ പതറി നിന്ന ദൈവജനത്തിന് പ്രത്യാശ നൽകാനാണ് ഈ സന്ദേശം നൽകപ്പെട്ടതും. യഹോവയുടെ വിശുദ്ധർ യുദ്ധത്തിനായി ഒരുങ്ങുന്ന ഒരു കാഴ്ചയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുക. ദൈവത്തിൻ്റെ വിധി നടപ്പിലാക്കാൻ അയക്കപ്പെടുന്ന സ്വപ്നസമാനമായ സൈന്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവമേറിയ വിവരണമാണിത്. ലോകശക്തികൾ എത്ര വലുതായതായാലും ദൈവത്തിന് മുകളിലല്ലെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബാബിലോണിൻ്റെ പൂർണ്ണമായ നാശമാണ് ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശമായി നാം കാണുന്നത്. കർത്താവിൻ്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന അതിഭീകരമായ ശിക്ഷാവിധിയെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പ്രകാശം തരാത്ത, സൂര്യൻ ഇരുണ്ടുപോകുന്ന ഒരു ക്രോധത്തിൻ്റെ ദിനമാണ് അത്. ലോകത്തിൻ്റെ തിന്മയെയും ദുഷ്ടരുടെ അഹങ്കാരത്തെയും ദൈവം ശിക്ഷിക്കുമെന്ന് പ്രവാചകൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. മനുഷ്യൻ്റെ ഗർഭിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ നീതിയുടെ പ്രകാശനമാണിവിടെ നാം കാണുക. സകല ആയുധങ്ങളെക്കാളും വലിയവനായ ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ പ്രവചനത്തിൻ്റെ കാതൽ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രവചനം ചരിത്രപരമായി ബാബിലോണിൻ്റെ പതനത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായതായി നമുക്ക് കാണുവാൻ സാധിക്കും. മേദ്യരെ ഉണർത്തി ബാബിലോണിനെ തകർക്കുമെന്ന് വചനം കൃത്യമായി പ്രസ്താവിക്കുന്നുണ്ട്. വെള്ളി മോഹിക്കാത്ത, പൊന്നിനോട് ആർത്തിയില്ലാത്ത നിഷ്ഠൂരരായ ഒരു സൈന്യമായി മേദ്യർ കടന്നു വന്നത് ചരിത്രമാണ്. പണ്ട് സോദോം ഗൊമോറയെ തകർത്തതുപോലെ ബാബിലോൺ ശൂന്യമായി തീരുമെന്ന് പ്രവാചകൻ പറഞ്ഞത് യാഥാർത്ഥ്യവുമായി. വലിയ ഗോപുരങ്ങളും കൊട്ടാരങ്ങളും മൃഗങ്ങളുടെ താവളമായി മാറിയത് ചരിത്ര സാക്ഷ്യമാണ്. ദൈവത്തിൻ്റെ വചനം ഒരു കാലത്തും വ്യർത്ഥമായി മടങ്ങില്ലെന്ന് ഈ പൂർത്തീകരണം തെളിയിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, യേശയ്യാ തൻ്റെ ദൗത്യത്തിൽ കാണിക്കുന്ന അചഞ്ചലമായ ധീരത ഈ അധ്യായത്തിൽ വളരെ പ്രകടമാണ്. വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് യാതൊരു ഭയവുമില്ലാതെ ഭരണാധികാരികളോട് സംസാരിക്കാൻ പ്രവാചകൻ തയ്യാറായി. ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയും എത്ര വലുതാണെന്ന ബോധ്യം അദ്ദേഹത്തെ ശക്തനാക്കിയിരുന്നു. ജനത്തിൻ്റെ പാപത്തിൽ വേദനിക്കുമ്പോഴും ദൈവത്തിൻ്റെ വിധി അനിവാര്യമാണെന്ന സത്യം അദ്ദേഹം മുറുകെ പിടിച്ചു. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു വിശ്വസ്തദാസനായി അദ്ദേഹം നിലകൊള്ളുന്നു. സ്വന്തം സുരക്ഷിതത്വത്തെക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകുന്ന ഒരു ഹൃദയമാണ് യേശയ്യാ പ്രവാചകൻ്റേത്. ഈ അധ്യായം നാം പഠിക്കുമ്പോൾ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ പാഠം ദൈവഭയത്തിൻ്റെ ആവശ്യകതയാണ്. ഭൗതികമായ നേട്ടങ്ങളിലും അധികാരത്തിലും അഹങ്കരിക്കുന്നവർക്ക് ബാബിലോണിൻ്റെ അനുഭവം ഒരു പാഠമാണ്. ദൈവം സ്നേഹനിധിയായ പിതാവാണെങ്കിലും പാപത്തെ വെറുക്കുന്ന നീതിയുള്ള ഒരു അപ്പനാണെന്ന് നാം ഓർക്കണം. നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരത്തിൻ്റെ ബാബിലോണുകളെ തകർക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ ശാശ്വതമല്ലെന്നും ദൈവവചനം മാത്രമാണ് നിലനിൽക്കുന്നതെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. എളിമയുള്ള ഹൃദയത്തോടുകൂടെ ദൈവ സന്നിധിയിൽ നിൽക്കാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ലോകത്തിലെ അനീതികൾക്കും അക്രമങ്ങൾക്കുമിടയിൽ ഈ വചനത്തിന് അതീവ പ്രസക്തിയുണ്ട്. വൻ ശക്തികൾ ആയുധബലത്തിലും സാങ്കേതിക വിദ്യയിലും ആശ്രയിക്കുമ്പോൾ അത് ദൈവത്തെ വെല്ലുവിളിക്കുന്ന അവസ്ഥയാകരുത്. പാപത്തിൻ്റെ കൂലി മരണമാണെന്ന സത്യം ഇന്നും മാറ്റമില്ലാതെ നമ്മുടെ ലോകത്തിന് മുൻപിലുണ്ട്. പ്രകൃതി ക്ഷോഭങ്ങളും യുദ്ധങ്ങളും കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. നാം ഓർക്കുന്നുണ്ടോ? ആധുനിക ബാബിലോണുകളായ ഭൗതികവാദത്തിനും ആഭാസങ്ങൾക്കും പിന്നാലെ പോകുന്നവർക്ക് ഈ അധ്യായം ഒരു തികഞ്ഞ മുന്നറിയിപ്പാണ്. ദൈവത്തിലേക്ക് മടങ്ങുക എന്നതല്ലാതെ മറ്റൊരു രക്ഷാമാർഗവും നമുക്ക് മുൻപിലില്ല. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുക്കിലേക്ക്. ദൈവം പാപത്തെ നിസ്സാരമായി ഒരിക്കലും കാണുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വചനഭാഗങ്ങൾ. അന്യായമായി സമ്പാദിക്കുന്നവരും
അഗതികളെ ചവിട്ടി മെതിക്കുന്നവരും ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ബാബിലോണിൻ്റെ പതനം ലോകത്തിലെ എല്ലാ പാപ സംവിധാനങ്ങളുടെയും തകർച്ചയുടെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ ക്രോധം പാപികൾക്ക് നേരെ തിരിയുന്നത് അവരെ നശിപ്പിക്കാനല്ല, പ്രത്യുത നീതി പുനഃസ്ഥാപിക്കാനാണ്. അന്ധകാരത്തിൻ്റെ ശക്തികൾ എത്ര പ്രബലമായാലും ദൈവത്തിൻ്റെ ഒരു വാക്കിന് മുൻപിൽ അവ തകർന്നടിയും. വിധി നടപ്പിലാക്കുന്ന ദൈവം തൻ്റെ വിശുദ്ധിയെ സംരക്ഷിക്കുന്നവനാണെന്ന് പ്രിയ സഹോദര സഹോദരി നാം തിരിച്ചറിയണം. വിധിയുടെ കഠിനമായ വാക്കുകൾക്കിടയിലും ദൈവത്തിൻ്റെ കരുണയുടെ സ്പർശനം നമുക്ക് ദർശിക്കാം. പാപികളെ അവരുടെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇത്തരം കടുത്ത പ്രവചനങ്ങൾ ദൈവം നൽകുന്നത്. കാരണം ഓരോ വ്യക്തിയുടെ ആത്മാവിനെയും ദൈവം ആഗ്രഹിക്കുന്നു. ശിക്ഷയുടെ വിവരണങ്ങൾ നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് നമ്മെ നയിക്കാനാണ്. പശ്ചാത്താപബോധത്തോടെ മടങ്ങി വരുന്നവർക്ക് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം ഉണ്ടെന്ന വലിയ പ്രത്യാശ ഇതിലുണ്ട്. നമ്മുടെ ബാബിലോണുകളെ നമുക്ക് തിരിച്ചറിയാം. ബാബിലോണിൻ്റെ നാശം എന്നാൽ ഇസ്രായേലിൻ്റെ മോചനം കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ ബാബിലോണാകുന്ന ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവം ഇന്നും കരുണയോടെ കാത്തിരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഏശയ്യാ വിവരിക്കുന്ന കർത്താവിൻ്റെ ദിവസം യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ മുൻകുറിയാണ്. അവിടുന്ന് മഹത്വത്തോടെ വരുമ്പോൾ സകല തിന്മകളും എന്നേക്കുമായി നീക്കം ചെയ്യപ്പെടും. ആ ദിനത്തിനായി അതീവ ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും ഒരുങ്ങിയിരിക്കാൻ ഈ അധ്യായം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചം അസ്തമിക്കുമ്പോഴും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് നിത്യമായ വെളിച്ചമായിരിക്കും. ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ലോകം ഒരു പരദേശവാസമാണെന്നും നമ്മുടെ യഥാർത്ഥ വാസസ്ഥലം സ്വർഗമാണെന്നും നാം ഓർക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ചരിത്രത്തെ ഭരിക്കുന്നവനും സർവശക്തനുമാണെന്ന ബോധ്യം നമുക്ക് കരുത്ത് നൽകട്ടെ. അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്. ബാബിലോണിൻ്റെ തകർച്ച നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ അജയ്യതയെക്കുറിച്ചാണ്. ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധികളെയും നേരിടാൻ ദൈവത്തിലുള്ള ആശ്രയം നമ്മെ തീർച്ചയായും സഹായിക്കും. അഹങ്കാരം വെടിഞ്ഞ് എളിമയോടെ ദൈവത്തോടൊപ്പം നടക്കാൻ നമുക്ക് ഈ നിമിഷം, ഇന്നേ ദിവസം പ്രതിജ്ഞ ചെയ്യാം. കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് നമ്മുടെ ആത്മീയ യാത്ര തുടരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.